Good afternoon all. We cordially invite you all for the first anniversary day celebration of our cardiology department. പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികളിലേക്ക് കടക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ ഒരു നാമം പരിശുദ്ധം. നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ ക്ഷണമേ, ഞങ്ങളോടൊക്കെ ആവശ്യം. ഞങ്ങളുടെ അവിടങ്ങളും പാവങ്ങളിൽ ഘോഷിക്കണമേ, പരീക്ഷകളെ പ്രവേശിക്കണം. പിന്നെയോ ആദർശം നിങ്ങളെ രക്ഷിക്കണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുമേ. ഇത് പ്രസംഗത്തിനായി പരുമല ഹോസ്പിറ്റൽ CEO റവറൻ ഫാദർ MC പൗലോസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരു നാമം മഹത്വപ്പെടട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ബാവ തിരുമേനി, നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദന ഡോക്ടർ ഇവാനോൻ മർക്കസോസ്റ്റമസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർട്ടിമോത്യൂസ് തിരുമേനി, മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പരുമല സെമിനാരി മാനേജർ ബഹുമാന്യനായിരിക്കുന്ന വിനോദ് ജോർജ് അച്ഛൻ, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യൂസ് അച്ഛൻ, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആശുപത്രിയിലെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ, ഫൈനാൻസ് കോർഡിനേറ്റർ ബഹുമാനായിരിക്കുന്ന തോമസ് ജോൺസൺ കോർപ്പേസ്കോപ്പ് അച്ഛൻ, മറ്റ് വിശിഷ്ടാതിഥികൾ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഡോക്ടേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഈ മീറ്റിങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്. പരുമല ആശുപത്രിക്ക് അതിൻ്റെ സ്വന്തം കാർഡിയോളജി ഹൃദ്രോഗ വിഭാഗം കഴിഞ്ഞ ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് നവംബർ മാസം മുതലാണ് രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയത്. അന്നത്തെ സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ബാവ തിരുമേനിയാണ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് സഭയിലെ മിക്കവാറും എല്ലാ തിരുമേനിമാരും മറ്റെല്ലാ വിശിഷ്ട അതിഥികളും ചേർന്നാണ് അത് തുടങ്ങിയത്. ആശങ്കകളും പല രീതിയിലുള്ള ചിന്തകളുമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഞാൻ കഴിഞ്ഞ ദിവസം കാർഡിയോളജി ഡോക്ടേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 ഇയർ. വളരെ വിജയകരമായിട്ട് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു വർഷം എങ്ങനെ കഴിഞ്ഞു പോയി, എന്തായിരുന്നു ഒക്കെ കാർഡിയോളജിയിലെ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അളവറ്റ കൃപ, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പരിശുദ്ധ പരുമല തിരുമേനിയുടെയും പരിശുദ്ധനായ പൗലോസ് ബാവ തിരുമേനിയുടെയും ഇപ്പോഴത്തെ ബാവ തിരുമേനിയുടെയും അദ്ദേഹം 10-12 കൊല്ലമായിട്ട് ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് അതിന് മുഖാന്തരം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ഈ ആശുപത്രിയുടെ കാർഡിയോളജി വിഭാഗം, മറ്റെല്ലാ വിഭാഗങ്ങളും ഏകദേശം 30-32 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഭംഗിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു. മുന്നോട്ടും അത് ഭംഗിയായിട്ട് പോകും എന്നുമുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഈ വർഷം ഒരു വർഷമായതിൻ്റെ നന്ദി അർപ്പിക്കുവാനും മുന്നോട്ടുള്ള തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള വാർഷികമാണ് നമ്മൾ ഈ അവസരത്തിലൂടെ ആഘോഷിക്കുന്നത്. ഈ വാർഷിക സമ്മേളനത്തോടൊപ്പം തന്നെ ചെറിയ ചെറിയ ചില പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ സന്തോഷമായിട്ട് പറയാൻ സാധിക്കും. ഈ ആശുപത്രിയിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള പെർമിഷൻ കേരള ഗവൺമെൻറ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻസും അതിൻ്റെ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ ബഹുമാനി ആരാധ്യ കളക്ടർ, നമ്മുടെ മുഖ്യ അതിഥി സ്റ്റേജിലേക്ക് വരുന്നു. അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയായിട്ട് ഗവൺമെൻറ് ഇതിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും വളർച്ചയിലും അഭിവൃദ്ധിയിലും മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ് പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും ഇതിൻ്റെ നാഥനും നടത്തിപ്പുകാരനും സഭയുടെ പരമാധ്യക്ഷനുമായിരിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനിയാണ്. തിരുമനസ്സുകൊണ്ട് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ചെയ്യുന്നു. വളരെ ആദരവോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി പരിശുദ്ധ ബാവ തിരുമേനിയെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് ജോൺസൺ കോർപ്പേസ്കോപ്പ് അച്ഛൻ പുഷ്പങ്ങൾ കൊടുത്ത് അച്ഛനെ തിരുമ സ്വീകരിക്കുന്നു.
ഈ ആശുപത്രിയുടെ ദിവസവുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി, ഉപദേശം നൽകി, ഇതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും നമുക്ക് നേതൃത്വം നൽകുന്ന പരിശുഭാതിരിയോടൊപ്പം നിന്ന് നേതൃത്വം നൽകുന്ന ആളാണ് നരണം ഭദ്രാസൻ മെത്രാപ്പോലീത്തായും ആശുപത്രി വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ബഹുമാന ആദരണനായിരിക്കുന്ന വന്യ അഭിവന്ദനായ ഡോക്ടർ യുഹാനോ മാർക്രിസോസ്റ്റോസ് തിരുമേനി. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ പൂക്കൾ നൽകി സ്വീകരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി വളരെ പ്രസിദ്ധിയായ, വളരെ ജനകീയായിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ അതിശോഭയോടെ പ്രവർത്തിക്കുന്ന, ഒപ്പം പത്തനംതിട്ട ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറാണ്. വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട തോമസ് ജോൺസൺ അച്ഛനെ ക്ഷണിക്കാൻ പോയപ്പോൾ വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. എല്ലാവർക്കും പരിമല പെരുന്നാളാണെങ്കിലും ശബരിമല ഉത്സവമാണെങ്കിലും മാരാമൺ കൺവെൻഷൻ ആണെങ്കിലും ഈ ദേശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടുനിന്ന് പ്രവർത്തിക്കുന്ന, സ്വന്തം കയ്യൊപ്പ് എല്ലാ പ്രവർത്തനങ്ങളിലും ചാർത്തിയിട്ടുള്ള ഉത്തമയായ ഒരു ഭരണാധികാരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളാണ്. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമായിട്ട് വന്നു ചേരുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മകേഷ് നളിൻ കുമാർ, ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ അജിത് സണ്ണി, പീഡിയാട്രിക് കാർഡിയോളജി ഡോക്ടർ സുൽഫിക്കർ അഹമ്മദ് എന്നിവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ മീറ്റിങ്ങിൽ നമ്മളെ ബഹുമാനിക്കുന്നല്ല, നമ്മുടെ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കോട്ടയം തിയോളജി സെമിനാരി ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി മെമ്പറും കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റജി മാത്യുസ് അച്ഛൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിമല സെമിനാരിയുടെ മാനേജർ, സഭയിലെ പുതിയ നിയുക്ത മെത്രാപ്പോലീത്തായി തിരഞ്ഞെടുത്തിരിക്കുന്ന വന്യനായ വിനോദ് ജോർജ് അച്ഛൻ എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും ആദരനായിരിക്കുന്ന സമീപ ഭദ്രാസനം, ചങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ, UK യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ ടീമോത്യോസ് തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമേനി സഭയുടെ എല്ലാ വളർച്ചയ്ക്കും നല്ല കൈത്താങ്ങൽ കൊടുക്കുന്ന വളരെ ദർശനമുള്ളൊരു പിതാവാണ്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ രാജു വേങ്ങൽ വർഗീസ്, നമ്മുടെ ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന അവസരത്തിൽ പുതിയ ബിൽഡിങ്ങുകൾ, അതിൻ്റെ റൂംസും മറ്റും പണിയുന്ന കാര്യങ്ങളെപ്പറ്റി ആശങ്കപ്പെട്ടിരുന്ന അവസരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. വിദേശത്ത് അബുദാബിയിൽ 1978 മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഒരു ഡോക്ടറായിട്ട് അബുദാബിയിലെ ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സഭയുടെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരാകുന്ന കൈത്താങ്ങലുകൾ സാമ്പത്തികമായിട്ടും പ്രാർത്ഥനാപൂർവ്വം നൽകുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ കീമോ പുതിയ വാർഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്ത ഒരു കുടുംബമാണ്. അവരോടുള്ള ആദരവും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് മിസ്റ്റർ രാജു വേങ്ങൽ വർഗീസിനെയും മിസ്സസ് റേച്ചൽ വർഗീസിനെയും ഡോക്ടർ റേച്ചൽ വർഗീസിനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ധാരാളം പേര് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അബുദാബി ഭദ്രാസന സഭ പള്ളിയിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി ശ്രീമാൻ ഐ തോമസിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാജൻ അഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ട്. ഓൺകോളജി ഉണ്ട്, ന്യൂറോളജിയിലെ ഡോക്ടേഴ്സുണ്ട്, എല്ലാ സീനിയർ ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും മറ്റെല്ലാ ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ നേഴ്സിംഗ് സ്റ്റാഫ് അംഗങ്ങൾ, കോളേജിൻ്റെ പ്രിൻസിപ്പൾസ്, അങ്ങനെയുള്ള എല്ലാവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈദികരുടെ എല്ലാവരുടെ പ്രതിനിധിയായിട്ട് ഏറ്റവും പ്രിയങ്കരനും ശ്രേഷ്ഠനും സഭയിലെ ഒരു സീനിയർ വൈദികനായിരിക്കുന്ന പ്രിയപ്പെട്ട KV ജോണച്ചൻ്റെ മഹത്തായ സാന്നിധ്യമുണ്ട്. അച്ഛനെയും വളരെ 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 ആദരവോടെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ മറ്റ് വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ആശുപത്രിയുടെ CSRൻ്റെ ഭാഗമായിട്ട് 20 വീൽ ചെയറുകൾ വിവിധ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. ബഹുമാന്യ കളക്ടറാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. താലൂക്ക് ആശുപത്രി തിരുവല്ല, താലൂക്ക് ഹോസ്പിറ്റൽ മല്ലപ്പള്ളി, അതുപോലെ തന്നെ PSC ചാത്തങ്കരി, അവിടുത്തെ ഡോക്ടേഴ്സ് അതിൻ്റെ ചുമതലക്കാരുടെ എത്തിയിട്ടുണ്ട്. അവരെയും വളരെ സന്തോഷത്തോടെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഫാദർ. അധ്യക്ഷ പ്രസംഗത്തിനായി നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം. പരിശുദ്ധ ബാവ തിരുമേനി നമ്മുടെ മുഖ്യ വിശിഷ്ട അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ഈ ജില്ലയുടെ കളക്ടറായിരിക്കുന്ന ഡോക്ടർ
ദിവ്യ അയ്യർ IAS അവറുകളെ, സഹോദര മെത്രാപ്പോലീത്ത അഭിമന്യ മാർ തീമോത്തിയോസ് തിരുമേനി, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ റെജി മാത്യു അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഏറെ സന്തോഷത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള അഭിമാനത്തോടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അനർഗളമായ മധ്യസ്ഥതയും അനുദിനം അനുഭവിച്ചുകൊണ്ട് ഈ സ്ഥാപനം അതിൻ്റെ സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ പാതയിൽ അനുഗ്രഹകരമായി മുന്നേറുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കാർഡിയോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നു. അത് പരിമല ആശുപത്രിയുടെ ക്യാമ്പസിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എങ്ങനെയാകും എന്താകും എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ദൈവം അനുഗ്രഹകരമായി പരിഹരിക്കത്തക്കവണ്ണം സഹായിച്ചു. അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം കൂടിയുള്ള ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു വർഷം പിന്നിടുമ്പോൾ ഞാനതിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത് ഉചിതമല്ലല്ലോ. വളരെ സമർപ്പണത്തോടും ഉത്സാഹത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മെഡിക്കൽ ടീം ഡോക്ടർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അത് വളരെ വിജയകരമായി മുന്നേറുന്നു. എനിക്ക് തന്നെ പല സാക്ഷ്യങ്ങൾ അക്കാര്യത്തിൽ പറയാനായിട്ടുണ്ട്. ഇവിടെ അയച്ചിട്ടുള്ള രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ച് വളരെ ആരോഗ്യത്തോടുകൂടി കഴിയുന്നത് കാണുവാനുള്ള അവസരവും എനിക്ക് ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായ മാറ്റത്തിൻ്റെയും ഒരു പരിധിവരെ അനാവശ്യമായ മത്സരത്തിൻ്റെയും വേദിയായി ചികിത്സാരംഗം മാറിയിരിക്കുമ്പോൾ നിരന്തരമായ മെച്ചപ്പെടുത്തലിൻ്റെ ശുശ്രൂഷയിലൂടെ പരിമല ആശുപത്രി അതിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ജില്ലാ കളക്ടർ ഇവിടെ കടന്നു വരുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും എത്തിച്ചേരുകയും ചെയ്തതിൽ ഞങ്ങൾക്കുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് തുടർന്നും ഏവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു തിരുമേനി. മീറ്റിംഗ് വിളക്ക് കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയെ ഭക്താദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്ന പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ അയ്യർ, സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ
യുഹാനവന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട തിമോത്തിയോസ് തിരുമേനി, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമ്മൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഡോക്ടർ മഹേഷ് നരൻകുമാർ, മറ്റ് ആശംസാ പ്രസംഗകരെ, സഹോദരി സഹോദരൻ, മനുഷ്യ സമൂഹത്തിന് എന്നും ആശ്വാസം നൽകുന്നത് ആതുര സേവന രംഗത്തുള്ളതായ പ്രവർത്തകരാണ്. വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നതായ സന്തോഷവും ആനന്ദവും രോഗികളായി കിടന്ന് അതിൽ നിന്ന് മാറുമ്പോഴാണ് മനസ്സിലാവുന്നത്. രോഗമില്ലാത്ത അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളത് അറിയയില്ല. എന്നാൽ രോഗിയായി കിടന്നു കഴിഞ്ഞിട്ട് നാളെ വീട്ടിൽ പോകാം, പ്രശ്നങ്ങളൊന്നുമില്ല, വിശ്രമിച്ചാൽ മതി എന്നൊക്കെ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും എന്തൊരു സന്തോഷമാണ് ഓരോ രോഗിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പെട്ടെന്നുള്ളതായിരിക്കുന്ന മാരകമായ അനുഭവം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നുള്ളതെല്ലാവർക്കും അറിയാം. ഒരു നിമിഷം കൊണ്ടോ അല്ലെ ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ മരണത്തെ നേരിടേണ്ടി വരുന്ന ഒരു വലിയ രോഗമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധരായ ഡോക്ടർമാർ നമുക്കെപ്പോഴും ആവശ്യമാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുകയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്ന സമയത്തും ഇവിടെ വന്ന് ഇതിൽ സംബന്ധിച്ചതാണ്. അന്ന് ഇവിടെ പങ്കുവച്ചതായ പല ആശങ്കകളും ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ എങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രയോജനകരമായി സമൂഹത്തിന് അനുഗ്രഹകരമായി തീരും, അതിന് നമുക്കാവശ്യമുള്ളതായ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭരായവരെ എങ്ങനെ ലഭിക്കാനിടയാവും, അതുപോലെ ഇതിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും, ഇങ്ങനെയുള്ള കുറേ ആശങ്കകളുണ്ട്. മാത്രമല്ല കാർഡിയോളജി രംഗത്ത് പല ആശുപത്രികളും പല പ്രവർത്തകരുമൊക്കെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു സന്ദർഭമാണ്. ആ അഭിമാനത്തിൻ്റെ സന്ദർഭം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഈ ആശുപത്രിയിലെ എല്ലാ വളർച്ചയിലും തൻ്റെ ജീവിതം മുഴുവനായി ഇതിനു വേണ്ടിയിട്ട് കാതോലിക്ക സ്ഥാനത്ത് വന്നതിന് ശേഷം മുഴുവൻ സമയവും ഇതിൻ്റെ പുരോഗതിയാണ് അദ്ദേഹം കാംക്ഷിച്ചത്. അതുകൊണ്ട് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഇവിടെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകണമെന്നുള്ളത് അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ ഉള്ള ഞങ്ങൾ പലരെയും ഏറ്റവും താല്പര്യമായിട്ട് പറഞ്ഞ് അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. അന്നും തിരുമേനി ഇതാരംഭിക്കുമ്പോഴും ഇതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടാവുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കകൾ
തിരുമേനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരുമേനിയുടെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിശ്ചയമായിട്ടും എല്ലാ ആശങ്കകളും മാറ്റി ഇവിടെ ഒരു കാത്തിലാവുണ്ടതിനും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പരീക്ഷണ നിരീക്ഷണ ഉപകരണങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് കോടിക്കണക്കിന് രൂപയൊക്കെ നമുക്ക് ചിലവുണ്ട്. എന്നാൽ അതെല്ലാം ആർജിക്കുവാൻ സാധിച്ചുവെന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനോടകം അതിൻ്റെ കടങ്ങളെല്ലാം വീടിക്കഴിയും. അത് ഈ ആശുപത്രിയുടെ പുരോഗതിയുടെ വലിയൊരു അനുഗ്രഹമാണ്. ആശങ്കകൾക്കെല്ലാം അതീതമായി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യമാണ് ഈ ആശുപത്രിയെ നയിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരശ്ശീലയ്ക്കപ്പുറമായി നിന്നുകൊണ്ട് ഈ ആശുപത്രിയെ കയ്യിൽ കരുതുന്ന ഒരു പരിശുദ്ധനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അനുഗ്രഹകരമായിട്ട് തുടങ്ങുവാനും അത് വിജയത്തിലെത്തിക്കുവാനും യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല. ഇന്നുവരെയും ഈ ആശുപത്രിക്ക് പുറകോട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രയാണം ആവശ്യമായി വരുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല. മുന്നോട്ട് തന്നെ, എപ്പോഴും മുന്നോട്ട് തന്നെ പോകുന്ന ഒരനുഭവമാണ്. അതാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെയും ഇപ്പോൾ ഭാഗ്യസ്മരണാർഹനായ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെയും പ്രാർത്ഥനയുടെ ശക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ രാവിലെ തുടങ്ങി വൈകുന്നത് വരെ ഈ ആശുപത്രിയുടെ എല്ലാ മുക്കിലും മൂലയിലും ഓടി നടന്ന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിർവഹിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ അനായാസം കൈകാര്യം ചെയ്യുവാനും പരിഹരിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഒരു നല്ല ടീം അദ്ദേഹത്തോട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻസ് പ്രൊമോട്ടറായിട്ട് ബഹുമാനപ്പെട്ട ജോൺസൺ ഗോർബിസ്കോപ്പാച്ചൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൈത്താങ്ങലായി നിൽക്കുന്നത് ഈ ആശുപത്രിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടർമാരുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. പലരെയും കുറിച്ച് എനിക്ക് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരോട് നേരിട്ട് ചോദിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CEOയോട് പോലും ചോദിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അവരെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ടീമായിട്ട് ഒരുമിച്ച് ഈ ആശുപത്രിയുടെ പുരോഗതി, വരുന്ന രോഗികളുടെ പരിപൂർണ സന്തോഷം, അതാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഹാപ്പി ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളിതിനൊരു ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നതായ മുദ്രാവാക്യം. അത് സന്തോഷത്തോടെ സ്വീകരിച്ചു പോകുന്ന ആളുകളുടെ മുഖത്തെ സംതൃപ്തിയാണ് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം. ഈ ആശുപത്രിയുടെ പുരോഗതി, അതിന് അത്ര കമ്മിറ്റഡായിരിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും പാരാമെഡിക്കൽ ശുശ്രൂഷക്കാരും എന്ന് വേണ്ട PROമാരും ഇതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും ആത്മാർത്ഥമായി ഈ ആശുപത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലെത്രയും സന്തോഷമുണ്ട്. അവരെയെല്ലാം മലങ്കര സഭയുടെ പേരിൽ പ്രത്യേകമായി അനുമോദിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനകൾ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകളെ ചുരുക്കും. Thank you, Tirumeni. Today we have an eminent personality with us, Pathanamthitta District Collector Srimati Divya S. Iyer. May I now invite Honorable District Collector to inaugurate OCT and CSR charity activities and to announce the achievements.
അഭിവന്ദ്യ കാതോലിക്ക ബാവ തിരുമേനി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും, നമ്മുടെ ആശുപത്രിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, ഇന്ന് ഇവിടെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന കാർഡിയോളജി വകുപ്പിൻ്റെ എല്ലാ ജീവനക്കാർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും പരുമല കുടുംബത്തിലേക്ക് വരുവാൻ സാധിച്ചതിലും നിങ്ങളുമായി കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതിലും ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ആതുര സേവനവുമായി ബന്ധപ്പെട്ട ഒരു വാർഷിക വേളയിൽ എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതിൽ അതിയായ സംതൃപ്തിയുമുണ്ട്. കാർഡിയോളജി, കാർഡിയോതൊറാസിക് സർജറി എന്നുള്ള വിഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എൻ്റെ പഠനകാലത്തേക്ക് എൻ്റെ ഓർമ്മകൾ ഓടിയെത്തും. ഒരുപക്ഷെ MBBS പഠിക്കുന്ന സമയത്ത് ഏതൊരു വിദ്യാർത്ഥിക്കാണെങ്കിലും ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന, അത്ഭുതത്തോടുകൂടി വീക്ഷിക്കുന്ന 2 വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കാർഡിയോളജിയും കാർഡിയോതൊറാസിക് സർജറിയും തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആദ്യമായി CMC വെല്ലൂരിൽ പഠിച്ചതിന് ശേഷം അവിടെ നിന്നും ഒരു നാഷണൽ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ സിംഗപ്പൂരിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ പോകുവാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നു എനിക്ക് പ്രീ ഫൈനൽ ഇയറിൻ്റെ സമയത്ത്. ഞങ്ങൾ 2 വിദ്യാർത്ഥികളായിരുന്നു ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയത്. ആ 2 മാസം സിംഗപ്പൂരിലുണ്ടായിരുന്ന സമയത്ത് ആദ്യമായി കാർഡിയോതൊറാസിക് സർജറി എന്നുള്ളത് അവിടെ വീക്ഷിക്കുകയും അതിൽ ആദ്യമായി വീക്ഷിക്കുന്നത് ഒരു ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്നുള്ളതിൻ്റെ ഫങ്ഷനിങ്ങുമായിരുന്നു. ഒരു ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്നുള്ളത് ലളിതമായി പറയുകയാണെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് ഹൃദയം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പുറത്തുള്ള ഒരു യന്ത്രത്തിലൂടെ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പറയുന്നത്. അതാദ്യമായി കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിച്ച ആ സമയം ഞാനിപ്പോൾ പറയുമ്പോഴും ഒരുപാട് മനസ്സിൽ ഒരു കുളിര് കോരുകയാണ്. കാരണം അത്രയധികം സങ്കീർണമായിട്ടുള്ള പ്രക്രിയകൾ, എത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടു കൂടിയാണ് ആ ഡോക്ടർമാർ ചെയ്യുന്നത് എന്നുള്ളത് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിശയോക്തിയോടുകൂടിയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാനത് ആദ്യമായി വീക്ഷിച്ചത്. അതിനുശേഷം CMCയിൽ വന്നിട്ടുള്ള പരിശീലന കാലത്തെ ഓരോ ശസ്ത്രക്രിയയും അല്ലെങ്കിൽ കാത്ത് ലാബിലെ ഓരോ പ്രവൃത്തിയും അതിശയോക്തിയോടുകൂടി തന്നെയായിരുന്നു ആദ്യം വീക്ഷിച്ചു പോന്നിരുന്നത്. കാർഡിയോളജി വകുപ്പ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം മനുഷ്യജീവിതവുമായി ഏറ്റവും അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇടപെടലുകൾ ആവശ്യം വേണ്ടി വരുന്ന ഒരു വകുപ്പായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരാശുപത്രിയുടെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വകുപ്പും പ്രവർത്തനവും തന്നെയാണ് കാർഡിയോളജി, കാർഡിയോതൊറാസിക്കിൻ്റേത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റെല്ലാ വകുപ്പുകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ആശുപത്രിയുടെ സമഗ്രമായിട്ടുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആതുര സേവനത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളുടെ കണ്ണിൽ അവർ വീക്ഷിക്കുന്നത് കാർഡിയോളജി, കാർഡിയോതൊറാസിക് വകുപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വളരെ അധികമുണ്ട് എന്ന് വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഈ ഒരു അവസരത്തിൽ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഓരോ തവണയും നാം ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിവന്ദ്യ തിരുമേനി പറഞ്ഞതുപോലെ ഒരു പക്ഷേ രോഗശയ്യയിൽ കിടക്കുമ്പോഴായിരിക്കും നാം ഏറ്റവും അധികം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് അനാരോഗ്യം നമ്മെ പിടിപെടുമ്പോഴായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. അതിൽ നിന്നും ഒരു പക്ഷേ മാറി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത് എന്ന് എനിക്ക് തോന്നുന്നു. നാം എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ച് പയറ്റി പോരാടി തെളിഞ്ഞ ഇപ്പോൾ വീണ്ടും സാധാരണ ഒരു സാഹചര്യത്തിലേക്ക് മെല്ലെ മെല്ലെ നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നുപോയപ്പോൾ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ലഭിച്ച ഏറ്റവും വലിയ പാഠം എന്നുള്ളതും അത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. രോഗപ്രതിരോധം എന്നുള്ളതും സ്വയം നിരീക്ഷണം എന്നുള്ളതുമൊക്കെ എത്ര പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യവും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യവും ഒക്കെ നിലനിർത്തുവാൻ എന്നുള്ളതിൽ. അതിനെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും. എ ചിയർഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ എന്നുള്ളത്. ഉല്ലാസമായ ഹൃദയം ഒരു ഉത്തമ ഔഷധമാണ് എന്നുള്ളത്. ആ ഒരു വാചകത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് മറ്റേതൊരു കാലഘട്ടത്തിനേക്കാളും കൂടുതൽ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയത്. നമുക്ക് ചുറ്റും ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു പുതിയ വഴിയിലേക്ക് നമുക്ക് തിരിഞ്ഞു പ്രവർത്തിക്കേണ്ടി വന്നിട്ടും നാം തമ്മിലുള്ള ആശയവിനിമയം എല്ലാം തന്നെ മാർഗങ്ങൾ മാറിയിട്ടുമൊക്കെ നാം മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ച ഉത്സാഹത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അതിനോടൊപ്പം കരുതലിൻ്റെയും ഒക്കെ ഒരു ഫലമാണ് ഇന്ന് നാം ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിനോടൊപ്പം തീർച്ചയായിട്ടും ആതുര സേവന രംഗത്തുള്ള ഓരോ വ്യക്തിയുടെയും, പൊതുജനാരോഗ്യത്തിൽ പ്രവർത്തിച്ച, ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ വ്യക്തിയുടെയും, എല്ലാ തസ്തികകളിലുമുള്ള ഓരോ വ്യക്തിയുടെയും, അത് സർക്കാർ മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും മറ്റ് സർക്കാർ വകുപ്പുകളിലാണെങ്കിലും ഒക്കെ തന്നെ, മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നാം ഇന്ന് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ തവണയും നാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു രോഗിയെ OPDയിൽ കാണുമ്പോൾ, ആദ്യമായി ഒരു ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും അധികം അത്ഭുതകരമായി തോന്നിയിട്ടുള്ളത്, ആദ്യമായി OPDയിൽ ഇരുന്ന് ഒരു പേഷ്യൻറ്റിനെ, ഒരു രോഗിയെ കാണുവാനുള്ളൊരു അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അധികം അത്ഭുതകരമായി തോന്നിയ ഒരു വസ്തുത, നമുക്ക് അജ്ഞാതരായിട്ടുള്ള ഒരു വ്യക്തി, സ്ത്രീയോ പുരുഷനോ ആകട്ടെ, അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഒരു പക്ഷേ 20 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വേദനകളും ഒരു പക്ഷേ ഏറ്റവും ഇരുണ്ട നാളുകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ രഹസ്യങ്ങളുമൊക്കെ ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യം, അതിനുള്ളൊരു വിശ്വാസം ആ ഡോക്ടർ അവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഒരു ഡോക്ടറും ഒരു രോഗിയും തമ്മിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനവും അതുതന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയിൽ ഓരോ വ്യക്തിക്കുള്ളിലും യഥാർത്ഥത്തിൽ മറ്റൊരു ഡോക്ടർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടാറ്. അനാറ്റമി ഓഫ് എൻ ഇൽനെസ് എന്നുള്ള ഒരു പുസ്തകത്തിലെ വാചകമാണത്. എവ്രി മാൻ ഹാസ് എ ഡോക്ടർ ഇൻസൈഡ് ഹിം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചാൽ അത് ശരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. നാം യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയെ കാണുമ്പോഴും നമ്മെ പോലെ തന്നെ അവരുടെ ഉള്ളിലും ഒരു ഡോക്ടറുണ്ട്, ഒളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് തിരിച്ച് നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഉത്തരങ്ങൾ നൽകുന്നത്. എല്ലാവരുടെയും മനസ്സിൽ
തങ്ങളെ സ്വയം സുഖപ്പെടുത്തുവാനുള്ളൊരു ശക്തി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നും അതിനർത്ഥമാക്കാൻ നമുക്ക് സാധിക്കും. ആ ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ സ്വയം സുഖപ്പെടുത്തുവാനുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യം, ഒരു കരുത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ധൈര്യത്തെ, ആ കരുത്തിനെ, ആ ആത്മവിശ്വാസത്തിന് കൂടുതൽ മിഴിവേകാനും അതിനെ ദീപ്തമാക്കാനുമൊക്കെ ആതുര സേവനത്തെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏറ്റവും സമഗ്രമായിട്ടുള്ള ശുശ്രൂഷ നൽകുവാനും പരിലാളനം നൽകുവാനും നമുക്കെല്ലാവർക്കും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വ്യക്തിയുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ജ്വാലയെ നമുക്കൊന്ന് തിരികൊളുത്തുവാനായി ഒരുമിച്ച് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിൽ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും അമൂല്യമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ ദിവ്യ സൈദ് നായറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കളക്ടർ അടുത്ത സമയത്ത് എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം പരിശുദ്ധ ബാബാതിരുമേനിക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതെ, കയ്യൊപ്പിട്ട വഴികൾ എന്നുള്ള ഗ്രന്ഥമാണ്. കൂടുതൽ കൃതികൾക്ക് കളക്ടർക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒന്ന് രണ്ട് ചടങ്ങുകളൂടെ ചെയ്യാനുണ്ട്. ദയവായിട്ട് ഒന്ന് അപേക്ഷിക്കുന്നു. ഒന്ന്, ഇതൊരു മെഷീനാണ്, OCT, ഒപ്റ്റിക്കൽ കോറൻസ് ടോമോഗ്രഫി. കാർഡിയോളജിയിലെ കൃത്യതയാർന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ആധുനിക മെഷീനാണ്. ഏകദേശം 1 കോടി രൂപ വില വരുന്നതാണ്. അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ മെഷീനെ പറ്റി കൂടുതൽ വിശദീകരണം ഡോക്ടർ പറഞ്ഞോളൂ. മഹേഷ് സാർ, സാറിൻ്റെ കട്ട് ചെയ്തോ? രണ്ടാമതായിട്ട് ഡോക്ടർ മഹേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇത് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് NABH അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു മൊത്തം ഹോസ്പിറ്റലിന് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. അതിനൊരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണം. NABHൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ അരുൺ, കാർഡിയോളജിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്, അദ്ദേഹത്തിന് കൈമാറുന്നു. സ്റ്റേജിൽ കൊടുത്താൽ ഡോക്ടർ അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരുമല ആശുപത്രി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് കേരള ഗവൺമെൻറ് പെർമിഷൻ തന്നിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് തുടങ്ങാൻ നോക്കും. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആയി കഴിഞ്ഞു. അതിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഹരീഷ്, അതുപോലെ തന്നെ യൂറോളജിസ്റ്റ് ഡോക്ടർ മായങ്ക്, ഇവർ രണ്ടുപേരോട് ചേർന്ന് ബഹുമാനീയ കളക്ടറിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ആശുപത്രിയുടെ ഒരു സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു, പ്രിയപ്പെട്ട കളക്ടർക്ക് നൽകുന്നതിന് വേണ്ടി. ആശുപത്രിയുടെ ഇത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്നേഹോപരം ആശുപത്രിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മൊമെൻറ്റോ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടർക്ക്, പ്രിയപ്പെട്ട കളക്ടർക്ക് ഇപ്പോൾ നൽകുന്നതാണ്. സഭയുടെ ആദരം. അതെ, ഈ കഴിഞ്ഞ ദിവസമാണ് പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ കയ്യൊപ്പിട്ട വഴികൾ എന്ന് പറഞ്ഞ ജീവിതാനുഭവങ്ങൾ പുസ്തകം ഇറക്കിയത്. കാർഡിയോളജിയിലെ ഡോക്ടേഴ്സ് സ്റ്റാഫ് കയ്യൊപ്പിട്ട ഒരു ഉപകാരം ഇപ്പോൾ കൈമാറുന്നു കാർഡിയോളജി ഡോക്ടേഴ്സിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി. ഡോക്ടർ മഹേഷ്, ഡോക്ടർ സാജൻ രണ്ടുപേരുടെ ചേർന്നാണ്. അവരെല്ലാവരും കൂടി ഇന്നലെ ഉണ്ടെങ്കിലാണ് കയ്യൊപ്പിട്ട വഴി.
അടുത്തതായി CSR ചാരിറ്റി ആക്ടിവിറ്റിയുടെ ഭാഗമായി 20 വീൽ ചെയർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകുന്നതിനായി കളക്ടർ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 5 വീൽ ചെയർ തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് നൽകുന്നു. സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ബെറ്റി ആൻഡ് ഡോക്ടർ അർജുൻ എസ് ചാൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഞ്ച് വീൽ ചെയർ മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന് നൽകുന്നു. സ്വീകരിക്കുന്നതിനായി മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ PRO മിസ്റ്റർ റോഷൻ ധരനെ ക്ഷണിക്കുന്നു. പത്ത് വീൽ ചെയർ CHC ചാത്തങ്കേരിക്ക് നൽകുന്നു. സ്വീകരിക്കുവാനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് കുമാർ സാർ ആൻഡ് ടീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം. താങ്ക് യു. അടുത്തതായി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും OCTയെയും കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി കാർഡിയോളജി HODയും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ മഹേഷ് നളിൻകുമാർ സാറിനെ ക്ഷണിച്ചോളൂ. Good evening. Parishudha Bhava Triveni, Namaskaram. Madam Collector. I'll give you a small overview of the activities that we have done for this department. Can I have the presentation, please? This is the hospital which we use as our regular presentation background. And this is the Parumala Heart Institute, which we named as the Parumala International Cardiothoracic Center, and we actually intend to make it എത്രയും ഇൻ്റർനാഷണൽ ആക്കാനും അത്ര പ്രസിദ്ധമാക്കാനുമുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. 2021 February Valentine's Day connected to the heart was a day when this inauguration was done. അതിൻ്റെ ഒഫീഷ്യൽ ബ്ലോക്ക് ഇനോഗ്രേഷൻ ശ്രീമതി ചിത്രയാണ് ചെയ്തിരുന്നത്. തിരുമേനി ഉണ്ടായിരുന്നു, ബാബ തിരുമേനിയുടെ പേരിൽ. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും സ്റ്റാഫുണ്ട് ഞങ്ങൾക്കിപ്പോഴും. ഇതാണ് 3 കാർഡിയോളജിസ്റ്റ്, ഒരു കാർഡിയോതൊറാസിക് സർജൻ, ഒരു കാർഡിയോതൊറാസിക് അനസ്തെറ്റിസ്റ്റാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. വി വർക്ക് ടുഗദർ ആസ് എ ടീം. വി ഹാവ് the latest cath lab. This is the first of its kind in Southeast Asia. So nobody else got this advanced cath lab so far. Cheers to Paulo Sachin. He is the one who fought and got this. Philips Epic, we have the full Philips Epic series for the ultrasound. This is our bread and butter. This is a person who comes with a blocked heart, blocked vessel. The vessel gets opened out, and in that filter you can see small specks of clot. That's a clot which causes the occlusion to this thing. This is the basic coronary angioplasty that we all speak about. First we did a workshop with Dr. Matthew Samuel Kalarikal. അദ്ദേഹം പരുമലക്കാരനാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും വീടും. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കാർഡിയോളജിസ്റ്റിൽ ഫസ്റ്റ് 10 നെയിംസിൽ ഒരാൾ ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞങ്ങളും അദ്ദേഹവും കൂടി 2 ദിവസമായിട്ട് 10 കേസുകളോളം ചെയ്തിരുന്നു. ആ ചെയ്തത് മാത്രമല്ല, ഞങ്ങൾ ആ ഫസ്റ്റ് കേസ് മൗണ്ട് സിനായ് ഹോസ്പിറ്റലുമായിട്ട് ഡയറക്റ്റായിട്ട് ഓൾ ഓവർ ദ വേൾഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റി. സോ വി ഹാഡ് അവർ ഫസ്റ്റ് വർക്ക്ഷോപ്പ് വിച്ച് വാസ് എൻ ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് ടു സ്റ്റാർട്ട് വിത്ത് മൗണ്ട് സിനായ് ഹോസ്പിറ്റൽ ഇൻ US. ഇതാണ് സാറിൻ്റെ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഫോട്ടോഗ്രാഫാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു ഈവനിങ് സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്പെസിഫിക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിച്ച് ഈസ് നോട്ട് ഡൺ ഇൻ ശ്രീചിത്രയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ കാലിക്കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ഒരൊറ്റ സെൻറ്ററിൽ മാത്രമേ ഈ പ്രൊസീഡിയേഴ്സൊക്കെ ചെയ്യുന്നുള്ളൂ. വൺ ഈസ് കോൾഡ് മൈക്ര. മൈക്ര ഇസ് എ വെരി സ്മോൾ ഹാർട്ട് പേസ്മേക്കർ ഇൻ ദ ഹാർട്ട്.
This is how it looks like. It gets implanted into the heart. അത് പേസ് മേക്കർ സാധാരണ പുറത്താണ് വയ്ക്കുന്നത്. ഇത് ഹാർട്ടിനകത്തിരിക്കുന്നു. ഇറ്റ്സ് about 10 millimeters long, and this is the latest in the pacemaker technology, and only few centers got the license to do it. We have now become proctors, and people are coming to us for training for Micra. അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ എടുത്തത് സുൽഫിക്കർ സാറിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി പീഡിയാട്രിക് കാർഡിയോളജി തുടങ്ങുന്നതാണ്. പീഡിയാട്രിക് കാർഡിയോളജി തുടങ്ങിയിട്ട് ഇപ്പോൾ ക്ലിനിക്കും തുടങ്ങി, ഞങ്ങൾ കേസസും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പീഡിയാട്രിക് കാർഡിയോളജി ഇനോഗ്രേഷൻ. ഇതൊരു എക്സാമ്പിൾ ഓഫ് എ കേസ്. ദിസ് ഇസ് എൻ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. കൊച്ചുകുട്ടികളിൽ കാണുന്നതാണ്. 2 ഏട്രിയത്തിനും ഇടയ്ക്കുള്ള ഭിത്തിയിൽ ഹോള് വരുമ്പോൾ അതിന് ഞങ്ങൾ അംബ്രല്ല പോലത്തെ ഒരു ഡിവൈസ് വെച്ച് അടയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കാണുന്നത്. ദിസ് ഇസ് എൻ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ബീങ് ക്ലോസ്ഡ്, and this is how it looks once it is closed. Again, a highly specific techniques required and training required for this. We have a visiting pediatric interventional cardiologist, Edwin. Then we went ahead and did TAVR. TAVR is a trans-aortic valve replacement through the femoral artery. നെഞ്ച് തുറക്കാണ്ട് അയോട്ടിക് വാൽവ് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു സ്പെസിഫിക് കാത്തീറ്ററിൽ ലോഡ് ചെയ്തിട്ട് ഹാർട്ടിനകത്ത് കൊണ്ടുപോയിട്ട് ഇംപ്ലാന്റ് ചെയ്യും. ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിന് ബലൂൺ വെച്ച് വികസിപ്പിക്കുമ്പോൾ ആ ഹാർട്ട് വാൽവ് അയോട്ടിക് വാൽവിൽ കയറി it gets implanted. So this is the previous slide I showed you was the implanted aortic valve. So ഇപ്പോൾ ഞങ്ങൾ TAVR റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ചെയ്തു, അടുത്ത ആഴ്ച ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ TAVR ടീം. The consultant who helps out with the TAVR comes from CMC Vellore, and this is my first TAVR patient who went home happily the 3rd day after surgery. ഒരു മാർക്കും ഇല്ല, ഒരു പ്രശ്നമില്ല. 3ാമത്തെ ദിവസം അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റി. പിന്നെ ഞങ്ങൾ IVC ഫിൽറ്റർ, AACD, റുട്ടീൻ ജോബ് എല്ലാം ചെയ്യുന്നുണ്ട്. കത്തീറ്റർ ചെയ്യുന്നുണ്ട്. ഇത് മാഡം ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തതാണ്, OCT and IVUS. This is a machine which has just been inaugurated by madam. It took some convincing for us to go ahead and procure one for our lab. So this is the basic thing. When there is a block, we pass a catheter and we take a near infrared camera into the heart, into the coronary artery, and then as we draw back, we take a picture of that. You can see that. So once the picture has been taken, it gets reconstructed and comes out like this. What you're seeing now here is a coronary artery with a stent inside. We can, നമ്മൾ black and white കാണുമ്പോൾ it's a 3D figure that we see in 2D, so അത് ശരിക്കും കാണാൻ പറ്റില്ല. ഇതിലിപ്പോൾ കാണാം കൊറോണറി ആർട്ടറിയിൽ എങ്ങനെയാണ് സ്റ്റെൻറ്റ് കിടക്കുന്നതെന്നും ആ സ്റ്റെൻറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ, ബ്ലോക്ക് ഉണ്ടോ, സൈഡ് ബ്രാഞ്ചസ് ഒക്കെ തുറന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കാരണം റിസൾട്ട്സ്, ലോങ് ടേം റിസൾട്ട്സ് ആർ വെരി ഗുഡ്. ആൻഡ് ദിസ് ഇസ് ഹൗ നമ്മൾ അതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി വി ക്യാൻ ട്രാവേഴ്സ് ഇൻസൈഡ് ദ കൊറോണറി ആർട്ടറി. നമ്മൾ സൈഫൈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ 2 സൈഡിലും സ്റ്റെൻസ് ആണ് കാണുന്നത്, 3 സൈഡിലും അത് കൊറോണറി ആർട്ടറി. അകത്തുകൂടി പോയിട്ട് നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കാരണം ദ നമ്പർ ഓഫ് പ്രൊസീഡിയേഴ്സ് ഇൻ ദ സെയിം പേഴ്സൺ ഗെറ്റ്സ് റെഡ്യൂസ് ട്രെമെൻഡസ്ലി. സോ ദിസ് ഈസ് ദ വേ ഫോർവേഡ്. All over the world, nobody does a complex case without OCT or an IVUS. So we have reached there, and we have been regularly following. The first 2 pictures are of the OCT. The black and white picture is what is called as intravascular ultrasound. So we have an intravascular ultrasound machine, we have an OCT machine, and to say that only about 5 centers in Kerala have all these machines and can actually operate these machines and make good use of it. ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യം, ഇൻ എക്സ്റ്റെൻസീവ്ലി കാൽസിഫൈഡ് ആർട്ടറീസ് ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി. നമ്മൾ കിഡ്നി സ്റ്റോൺ കളയാൻ വേണ്ടിയിട്ട് ലിത്തോട്രിപ്സി ചെയ്യുന്ന പോലെ കൊറോണറി ആർട്ടറിക്കകത്തുള്ള ചുണ്ണാമ്പ് പോലത്തെ കാൽഷ്യം കളയാൻ വേണ്ടിയിട്ട് ലിത്തോട്രിപ്സി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ എക്സ്ക്ലൂസീവ്ലി ഡൺ. സ്ലൈറ്റ്ലി എക്സ്പെൻസീവ്, ബട്ട് വെരി ഫ്യൂ സെൻറ്റേഴ്സ് അഗെയിൻ ഡു ഇറ്റ്. So I've just stressed whatever the things that we do, which is extra, which is more than what the routine cardiology does. We have had our own advertisements, our own press meets. We've had so many press meets. We had this is the press meet after the TAVR was done. Then we had a lot of information, lot of coverage we got for the pacemakers we did.
The future is going to be cardio-oncology. This is a pet project of Dr. Sajan Ahmed. Cardio-oncology is a new field of interest in cardiology that focuses on the detection, monitoring and treatment of cardiovascular diseases in patients with cancer. Cancer treatment ഏറ്റവും കോമൺ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹാർട്ടിലേക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ക്ലിനിക്ക് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനും അവരുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റിമൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് വി സ്റ്റാർട്ട് ദി EP ക്ലിനിക് which is practically the last frontier where we do catheter ablation for cardiac arrhythmias. ഞങ്ങളുടെ numbers have been steadily increasing and staying good except for the IP dip during the COVID season, but our OPs and IPs and our surgeries have been going on well. We also had our share of fun. We had Women's Day celebration, the last one we had. We have celebrated birthdays, singing, or we had our own fun. And finally, I've heard of multifaceted personalities. This is the first time when I went through Madam's sort of a biography. That literature was fabulous. So this is what we gifted Madam for a change. Thank you, Madam. You have been very, very kind to accept our invitation to be here. We are always ഒരുപാട് ദേവാധീനമുള്ള ആശുപത്രിയാണ്. So we start by thanking Parumala Margarius Trimeni. Late lamented His Holiness Basilius Marthoma Paulus II was the driving force behind our center that we started. Even when he was unwell and I used to go and visit him for medical consultations, he used to ask us how the department was doing. He was very concerned and extremely focused in getting this department to the levels that we have reached now. I also thank His Holiness Basilius Marthoma Matthews III. He is equally concerned, equally helpful to us, and with all this thing, I have to thank Christosmas Trimeni and Father Paulo Sachin, our Godfather, without whom nothing will work. I thank you all for the wonderful blessings that you have given to our department. Thank you very much. Thank you, sir. ആശംസ പ്രസംഗത്തിനായി ചെങ്ങന്നൂർ ഭദ്രാസനിധവൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമത്തിയോസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കളക്ടർക്ക് വളരെ അത്യാവശ്യമായി പോകേണ്ട അടിയന്തര ആവശ്യമുള്ളതുകൊണ്ട് പോകാനായിട്ടുള്ള അനുവാദം അപേക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഏറെ ആദരവോടെ അർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള പ്രസംഗങ്ങൾ ദീർഘിപ്പിക്കുന്നത് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള നല്ല ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇംഗ്ലണ്ടിൽ വെയിൽസിലുള്ള ഒരു പ്രസിദ്ധമായ സ്കൂളിൻ്റെ മുൻപിൽ വലിയ അക്ഷരത്തിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്: ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. കുട്ടികളെല്ലാം കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അവർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. പരുമല സെമിനാരിൽ പഴയ മാനേജറായിരിക്കുന്ന KB മാത്യൂസ് അച്ഛൻ്റെ കാലത്ത് ഇവിടെ ആരംഭിച്ച ആശുപത്രി അന്നു മുതൽ ഓരോ ഘട്ടങ്ങളിലും വളരെയേറെ പ്രതിസന്ധികളും ആകാംക്ഷകളും ആകുലതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ പടിയും മുന്നോട്ട് വെച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കാലും പുറകോട്ട് വെക്കാൻ ഇടയാകാതെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് സഭയ്ക്കും ഈ സമൂഹത്തിനുമൊക്കെ അഭിമാനിക്കത്തക്ക സംഗതികളാണ്. ഈ അടുത്ത സമയത്ത് ഗ്രീസിൽ നിന്ന് ചില പ്രതിനിധികൾ വന്ന് നമ്മുടെ ഈ ഹോസ്പിറ്റലുകൾ കണ്ടപ്പോൾ
അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു സഭയ്ക്ക് ഇത്രയും വലിയ ഒരു സ്ഥാപനം കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളത്. അങ്ങനെ സ്വദേശത്തും വിദേശത്തും അനേകം ആളുകളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമായിരിക്കുന്ന ഈ സ്ഥാപനം ഡോക്ടർ മഹേഷ് നളിൻകുമാർ സൂചിപ്പിച്ചതുപോലെ ദൈവാനുഗ്രഹം വളരെയേറെയുള്ള ഒരു സ്ഥാപനമാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ സാന്നിധ്യവും അനുഗ്രഹവും അതുപോലെ തന്നെ ഭാഗ്യസ്മരണാർഹനായ വസീലിയോസ് പൗലോസ് ദിദിയൻ ബാവായുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും അതുപോലെ അനേകം ആളുകളുടെ സാന്നിധ്യവും അധ്വാനവും സഹകരണവും ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നു. ഒരിക്കൽ KP കേശവമേനോനോട് ഒരാൾ ചോദിച്ചു, ഏറ്റവും വലിയ ഹൃദ്രോഗം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയ ഹൃദ്രോഗം സ്നേഹമില്ലായ്മയാണ്. ഈ ലോകത്ത് ഒരുപാട് അത്യന്താധുനികമായ ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകുലതയിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്നേഹം കൊണ്ടും ദൈവാശ്രയം കൊണ്ടും ഒക്കെ അവരുടെ ആകുലതകൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഈ സ്ഥാപനം ചെയ്യുന്ന സേവനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ പ്രദേശത്തിന് ഒരു അലങ്കാരമായി അനുഗ്രഹമായി ഈ സ്ഥാപനം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് വരുവാനും ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഈ സ്ഥാപനം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം നിർവഹിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽസ്, അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. വീണ്ടും ഇതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുവാനും ആ കാര്യങ്ങൾ നിറപടിയായി നിറവേറ്റുവാനും ഇതിൻ്റെ പ്രവർത്തകർക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ലഹീന ഞാൻ എൻ്റെ വചനവും സംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. ആശംസ പ്രസംഗത്തിനായി മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹത്സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, അഭിവന്യ ക്രിസ്തോസ്മസ് തിരുമേനി, അഭിവന്യ തീമോത്തിയോസ് തിരുമേനി, നിയുക്ത മെത്രാപൊലീത്ത ബഹുമാനപ്പെട്ട വിനോദ് ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട റജി അച്ഛൻ, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടിച്ചായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മലങ്കര സഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് പരുമല ആശുപത്രി എന്ന് പറയുന്നത്. മലങ്കര മക്കൾ ഹൃദയത്തിലേറി സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ വികസനത്തെ, ഇതിൻ്റെ ഓരോ വികസനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും വേറെ അഭിമാനത്തോടെ മലങ്കര മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആശുപത്രിയെ സ്നേഹിക്കുകയും ഇതിനെ കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് പരുമല ആശുപത്രിയുടെ ജൈത്രയാത്രയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഇതൊരു നാഴികക്കല്ലാണ്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുന്നതിനെ പറ്റി പെട്ടെന്ന് ആലോചിക്കുകയും ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ ഏറെ ആശങ്കയോടുകൂടി പൗലോസുദിയൻ കാതോലിക്ക ബാബായും അന്നത്തെ ഭരണ സംവിധാനങ്ങളുമായി ആലോചിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒരു തീരുമാനമെടുത്ത് ഡോക്ടർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും സഭയുടെ ഒരു ശുശ്രൂഷകനെന്ന നിലയിൽ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, ഈ കഴിഞ്ഞ 1 വർഷക്കാലത്ത് പരുമല ആശുപത്രിയുടെ വികസനത്തിൽ പരുമല ആശുപത്രിയുടെ പേര് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഡോക്ടർ മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് സ്തുത്യർഹമായ പങ്ക് വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുകയും അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും പ്രാർത്ഥനയും നേരുകയും ചെയ്യുന്നു. തീർച്ചയായും കാർഡിയോളജി രംഗത്ത് ആധുനിക ചികിത്സാ രീതികൾ ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു.
ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഇവിടെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ നന്നായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരാശ്രയം തേടി ഇവിടെ വരുന്ന ആളുകൾക്ക് തീർച്ചയായും യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് രോഗികളെ സൗഖ്യമാക്കുകയാണ്. ഇവിടെ ആത്മവിശ്വാസത്തോടുകൂടി ഡോക്ടർ മഹേഷ് ഇവിടെ പറഞ്ഞു, ദൈവാനുഗ്രഹമുള്ള ആശുപത്രിയാണ്. ഇവിടെ വരുന്നവർ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോകുവാനുള്ളതായ ഒരു മുഖാന്തരം ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, അതുതന്നെയാണ് പരുമല ആശുപത്രി ഇവിടെ സാക്ഷ്യം. ഇവിടെ ആശ്വാസം തേടിയെത്തുന്നവർക്ക് ഈ ഡോക്ടർമാരിൽ, ഈ നേഴ്സുമാരിൽ കൂടി, ഇവിടുത്തെ സ്റ്റാഫിൽ കൂടി ദൈവത്തിൻ്റെ കൃപ ഒഴുകിയെത്തി അത്ഭുതകരമായ രോഗസൗഖ്യ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. പരുമല തിരുമേനിയുടെ മധ്യസ്ഥത, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥത അതിന് നിങ്ങൾക്കുണ്ട്. ഈ ആശുപത്രി കൂടുതൽ മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് മാത്രമല്ല, അനേക ആളുകൾക്ക് രാജ്യാന്തരങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ പേരും പ്രശസ്തിയും ഉയർന്നു വന്ന് സമൂഹത്തിന് ഒരു വിളക്കായി, പ്രകാശമായി, അനുഗ്രഹമായി ഇത് പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും മംഗളങ്ങളും നന്മകളും പ്രാർത്ഥനകളും നിറന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന 1-2 പേരെ പ്രത്യേകമായിട്ട് ബഹുമാനിക്കുവാൻ പരിശുദ്ധ ബാവാതിന് വേണ്ട അനുവാദത്തോടുകൂടി അവസരം വിനിയോഗിക്കുകയാണ്. ഒന്ന്, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ഡോക്ടർ റെജി മാത്യൂസ് അച്ഛൻ കോട്ടയം സെമിനാരിയുടെ പ്രിൻസിപ്പളായി ചേർന്നതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. സഭയ്ക്ക് 2 സെമിനാരിയുള്ള 2ൻ്റെയും പ്രിൻസിപ്പളായി പ്രവർത്തിച്ച അപൂർവമായ ഭാഗ്യമുള്ള ഒരാളാണ്. ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ നേതൃത്വം വളരെ ശക്തമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ് ഇപ്പോൾ. രണ്ടാമതായിട്ട് ഏറ്റവും പ്രിയങ്കരനായ വിനോദ് ജോർജ് അച്ഛനാണ്. പരുമല സെമിനാരിയുടെ മാനേജരാണ്. ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. സഭയുടെ പുതിയ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അനുമോദനങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ആശുപത്രിയുടെ ആദരവ് പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് നിർക്കുന്നു. മൂന്നാമതായിട്ട് ശ്രീ ബിജു മോൻ പാപ്പച്ചനാണ്. ബിജു മോൻ പാപ്പച്ചൻ കടപ്പുറ വില്ലേജ് ഓഫീസറാണ്. ഈ ജില്ലയിലെ ഏറ്റവും ജനകീയനായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠനായ വില്ലേജ് ഓഫീസർ എന്നുള്ള പദവി കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും ഈ നാടിനു വേണ്ടി പരിശ്രമിച്ച ഒരു നല്ല ജനകീയനായ വില്ലേജ് ഓഫീസറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഈ ആശുപത്രിയുടെ ഏത് കാര്യത്തിനും എപ്പോഴും സഹായിക്കുന്ന ആളാണ്. പ്രത്യേകമായ ആദരവ് അറിയിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിക്ക് ആശുപത്രിയുടെ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി അഭിവന്ദ്യനായ ക്രിസ്തോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ഫാദർ. കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറിയെപ്പറ്റി സംസാരിക്കുന്നതിനായി ഡയറക്ടർ ഓഫ് കാർഡിയാക് സയൻസ്, സീനിയർ കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജൻ ഡോക്ടർ എസ് രാജഗോപാൽ സാറിനെ ക്ഷണിച്ചോളൂ. The most loved and respected ബാവ തിരുമേനി, ബഹുമാനപ്പെട്ട ക്രിസോസ്റ്റമസ് തിരുമേനി, ബഹുമാനപ്പെട്ട തിമോത്തിയോസ് തിരുമേനി, the dignitaries off and on the dais. I stand here with great happiness on this day, the first anniversary celebrations, because I landed up about 13 months back on this divine land. I never expected it to be such a happy journey. Dr. Mahesh has actually expressed gratitude to all of you, and I can thank them no less. I'm here to showcase what
cardiothoracic surgery has done here and has something to do in the future. Unlike any other specialty, CT is slightly different because it is labor intensive and finance intensive. We not only need actually the most important asset for any institution is actually the human resource. But for a human resource to actually produce good results, you need advanced equipment. Our hospital actually is equipped with the best team, very efficient team with the most modern equipment, and I'm sure that will help us to take great strides in the future. Actually, our team is very big. It consists of cardiac surgeon, anesthetist, a team of OT and ICU nurses, technical and non-technical staff. I cannot thank less the cleaning staff because they are a very important member of the team. And then, as I told you earlier, the finance is very important. It's a very delicate thing to keep everything in balance, and hence the hospital administration. All of these together make the team. Actually, we have got this is the image of a twin theatre. We have got a twin theatre which is transplant compliant. We have got an 8-bed ICU with an isolation which is both positive and pressure regulated. Our OT and ICU has got the most modern state-of-the-art equipment. Like any other department, the sciences actually made a lot of progress, but actually there is, look at, except for maybe the minimally invasive surgery which has come in, all the developments have been in the heart failure field with LVADs and heart transplantation, and we are equipped to do any sort of surgeries, but we don't want to take it all sides together. We want to go a little slow. Regarding the work what we do in our departments, basically like in any other department, is either emergency or elective. Emergency surgery comes only with failed angioplasties for heart attacks or some heart failure surgeries where we have got a mechanical problem, or in trauma, multi-traumas. Elective, we are doing cardiac, thoracic as well as vascular surgeries. What we have done in the last 1 year, we look at, it's over 350 cases, because the first case was done on March 18th last year. So in a matter of 1 year, we have done over 350 cases, because I have done actually, this is the 4th center which I have started, and no place other than this I have done more than 200 cases in the first year. So I think that shows how much faith the people have got in this institution, and actually puts a lot of responsibility on us to actually live up to that. We have done a wide range of complex surgeries. We have done, our majority cases were bypass surgeries, majority of them were beating heart surgeries, 99% of them. We do all sorts of complex bypass surgeries, beating heart with what we call endarterectomies and vein patches and arterial patches. That is actually we remove those blocks which cannot be bypassed. And as Mahesh has told earlier, we have got all the equipment actually break open all the blocks. We are, like in any other major center, we are left with very high risk cases, and I am happy that the cardiologists have got all the confidence in us to hand over all those bad cases. Majority, like maybe half the cases have been referred from outside, because we have able to handle all these sort of cases, and we have done it with good results. The positive growth in the department actually puts us even more responsible to actually do more interventions in the future.
Our next aim is to actually start off with minimal invasive surgeries, that is keyhole surgeries, not the one which Dr. Mahesh has explained, but slightly different with smaller incisions. And then over a period, now actually we have got the license to do live transplant, that's the renal transplant has been sanctioned. Now our next aim will be to start off with heart transplants and heart lung transplant in the future. Thank you. ഡോക്ടർ രാജഗോപാൽ സാറിനുള്ള പ്രത്യേകം നന്ദി പറയുന്നു. ഏകദേശം 6000-ഓളം ഹാർട്ട് സർജറികൾ ചെയ്ത ബ്ലസ്സഡ് ഹാൻഡ്സ് ആണ് ഡോക്ടർ രാജഗോപാൽ സാർ. ഇന്ന് നമ്മളൊരു വിശിഷ്ട അതിഥിയാണ് മിസ്റ്റർ രാജു വേങ്ങൽ വർഗീസ്. അദ്ദേഹം 1978 മുതൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്ഥാപനത്തിനെ സഹായിച്ച ആളാണ്. അഭിമന്യ ഡോക്ടർ യുഹാനൻ ക്രിസ്തോസ് തിരുമേനി രാജുവിന് ആദരവ് അറിയിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് സഭയുടെ ഓണർ അദ്ദേഹത്തിന് നൽകുന്നതാണ്. പരിശുദ്ധ ബാബാ തിരുമേനി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പരുമല ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിർണായകമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് വയങ്ങൽ രാജു വർഗീസും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആലീസ് എന്ന് വിളിക്കുന്ന റേച്ചൽ വർഗീസും. പരുമല ആശുപത്രിക്ക് മാത്രമല്ല, മലങ്കര സഭയിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ വളർച്ചയ്ക്ക് തങ്ങളാൽ ആവുന്ന വിധത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. പരുമല ആശുപത്രിയുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടും സർവാത്മന ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വാർഡും കീമോതെറാപ്പിയുടെ ഭാഗത്ത് ഒരു വാർഡും, അങ്ങനെ 2 വാർഡുകൾ ഈ കുടുംബം ആശുപത്രിക്ക്, സഭയ്ക്ക്, ദൈവത്തിന് അവർ സമ്മാനമായി നൽകിയുണ്ടായി. അവർ ഈ സഭയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. 2 മക്കളെ ദൈവം കൊടുത്തു. അവരും മാതാപിതാക്കളുടെ മാതൃകയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതും സന്തോഷകരമാണ്. ഇപ്പോൾ ആശുപത്രിക്ക് വേണ്ടി പരിശുദ്ധ സഭയുടെ ഒരാദരവ് സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി അവർക്ക് നൽകുന്നതാണ്. നല്ല നീളമാണ്. ഞാൻ താങ്ക് യു തിരുമേനി. അടുത്തതായി കാർഡിയോളജി ഡോക്ടേഴ്സിനെയും മറ്റ് കാർഡിയോളജി ടീം അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങാണ്. ആയതിലേക്ക് പൗലോസ് അച്ഛനെ ക്ഷണിച്ചോളൂ. നമ്മളിവിടെ കേട്ടതുപോലെ ഒരു വർഷം വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷ നടത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന 2ാം വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ ടീം അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മിസ്റ്റർ ബാബാ തിരുമനസ്സുകൊണ്ട് അവരെ ഒന്ന് ആദരിക്കുകയാണ്. ആദ്യമായിട്ട് ഡോക്ടർ മഹേഷ് നളിൻ കുമാർ. കാർഡിയോളജി സർജറി അധ്യക്ഷൻ ഡോക്ടർ എസ് രാജഗോപാൽ സാറിന് ആദരവ് സ്വീകരിക്കുന്നതിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രസിദ്ധനായിരിക്കുന്ന പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ HOD ആയിരുന്നു. ഇവിടെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ സുൽഫിയർ അഹമ്മദ് സാറിനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാജൻ അഹമ്മദിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. സുൽഫിക്കർ സാർ. സുൽഫിക്കർ സാറിൻ്റെ പ്രിയപുത്രനാണ് ഡോക്ടർ സാജൻ അഹമ്മദ്. പഠിച്ച എല്ലാ രംഗങ്ങളിലും റാങ്കോടുകൂടി പ്രവർത്തിക്കുന്ന കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാജൻ അഹമ്മദ്. ഡോക്ടർ അരുൺ കുമാർ കാർഡിയോളജിസ്റ്റ്, സീനിയർ കാർഡിയോളജിസ്റ്റ്.
കാർഡിയോളജി അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യക്ഷൻ ഡോക്ടർ അജിത് സണ്ണി. ഡോക്ടർ ജേക്കബ് ബ്രൈറ്റ്, കാർഡിയോളജി രജിസ്ട്രാറാണ് ഡോക്ടർ ജേക്കബ് ബ്രൈറ്റ്. ഡോക്ടർ ജേക്കബ് ബ്രൈറ്റ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ റെസിഡൻസ് ഡോക്ടർ രേഷ്മ ഹന്ന തോമസ്, ഡോക്ടർ രേഷ്മ, ഡോക്ടർ നിർമ്മൽ രാജ്, ഡോക്ടർ സച്ചിൻ ജേക്കബ്, ഡോക്ടർ ക്രിസ്റ്റി ഹന്ന ജോൺ. ഡോക്ടർ സച്ചിൻ ജേക്കബ് തോമസ്, ഡോക്ടർ ക്രിസ്റ്റി ഹന്ന ജോൺ. കാർഡിയോളജിയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലക്കാർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയുള്ള മൊമെൻറ്റോ ഇപ്പോൾ നൽകുന്നു. കാത്ത് ലാബിൻ്റെ മൊമെൻറ്റോ കൈപ്പറ്റുന്നതിന് വേണ്ടി മിസ്റ്റർ ക്രിസ്റ്റിയെ ക്ഷണിക്കുന്നു. CCUവിൻ്റെ മൊമെൻറ്റോ CCU ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി CCUവിൻ്റെ ഇൻചാർജ് CTVS ഇൻചാർജിനെ പ്രത്യേകമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഉപകാരം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. CTVS. എക്കോ കാർഡിയോഗ്രാഫി A3 വാർഡ് കാർഡിയോളജി വിഭാഗം, എക്കോ കാർഡിയോഗ്രാഫി, സ്റ്റാഫ് D4 A3 വാർഡ് സ്റ്റാഫ്, D4 A3 വാർഡ് സ്റ്റാഫ്, കാർഡിയോളജി OP സ്റ്റാഫ്, OP ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്. താങ്ക് യു അച്ഛൻ. ആശംസ പ്രസംഗത്തിനായി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പാൾ റവറർ ഫാദർ ഡോക്ടർ റെജി മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ യുഹാൻ മാർ ക്രിസോസ്റ്റമസ് മെട്രോപൊളിറ്റ, ഈ ആശുപത്രിയുടെ CEO ആയിരിക്കുന്ന വന്യനായ MC പൗലോസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദികർ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ശ്രേഷ്ഠരായ വ്യക്തികളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇനി സമയമില്ല എന്നുള്ളത് അറിയുന്നു. ഒരാശുപത്രിയിൽ പണ്ട് രോഗികളും മറ്റാളുകളും ബന്ധുക്കളും കൂടി നിൽക്കുന്ന വേദിയിൽ ഒരു പ്രസംഗകൻ വിളിച്ചു ചോദിച്ചു, ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദിസ് ഹോസ്പിറ്റൽ? പല ആളുകളും പല ഉത്തരങ്ങൾ നൽകി. ചിലർ പറഞ്ഞു ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്, മറ്റു ചിലർ പറഞ്ഞു ഇതിലെ ഡോക്ടേഴ്സാണ്, വേറെ ചിലർ പറഞ്ഞു ഇവിടുത്തെ നേഴ്സസാണ്. പക്ഷേ പ്രസംഗകൻ തന്നെ ഉത്തരം പറഞ്ഞു, ദ പേഷ്യൻറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ ആശുപത്രിയിൽ വളരെ പ്രധാനമായ സ്ഥാനം രോഗികൾക്ക് നൽകിക്കൊണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റും ഇതിലെ ഡോക്ടേഴ്സും ഇതിലെ നഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും ഇവിടെയുള്ള എല്ലാവരും ജോലി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ ഇതിന് പിറകിലുണ്ട്. വലിയ അധ്വാനം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും നിർവഹിക്കുന്നു. ഇതിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1ാം വാർഷിക ദിനത്തിൽ ഇതിനായി അധ്വാനിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. ബലഹീനനായ എന്നെ ആദരിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആശംസ പ്രസംഗത്തിനായി പരിമല സെമിനാരി മാനേജർ റവറർ ഫാദർ വിനോദ് ജോർജ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി 1ാം വാർഷികം ആഘോഷിക്കുന്ന കാർഡിയോളജി വിഭാഗത്തിനും പരിമല ഹോസ്പിറ്റലിനും പരിമല സെമിനാരിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ.
ആശംസ പ്രസംഗത്തിനായി സഭ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ ഐ തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്ദ്യനായ ക്രിസോസ്റ്റമസ് തിരുമേനി, വന്യനായ റജി മാത്യൂസ് അച്ഛൻ, നിയുക്ത മെത്രാപ്പൊലീത്ത വിനോദച്ചൻ, ഈ ഹോസ്പിറ്റലിൻ്റെ CEO ആയിരിക്കുന്ന ബഹുമാന്യനായ MC പൗലോസ് അച്ഛൻ, വന്യനായ കോർപ്പിസ്കോപ്പ അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഡോക്ടേഴ്സ്, ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങൾ ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ആശുപത്രിയുടെ കുറച്ച് നാൾ മുമ്പുള്ള ഒരു ചെറിയ പ്രവർത്തനം എന്ന നിലയിലും ഇപ്പോൾ ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യനായ രാജു വർഗീസ് കുടുംബവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലും ആണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അഭിവന്ദ്യനായ തിരുമേനി രാജു വർഗീസിനെ പറ്റി പറയുകയുണ്ടായി. എങ്കിൽ തന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോയാൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തെറ്റായി പോകുമെന്ന് ഞാനത് ചിന്തിച്ചുകൊണ്ട് അഭിമന്യ പരിശുദ്ധ ബാവ തിരുമേനിയുടെ സമ്മതത്തോടുകൂടി ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ഈ വാർഡിനെ പറ്റി എന്നോട് നമ്മുടെ പൗലോസ് അച്ഛൻ സംസാരിച്ചപ്പോൾ എങ്ങനെയാ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് രാജ്ചാനോട് ഇങ്ങനെ ഈ കാര്യം പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് 25 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തിന് വാങ്ങുകയുണ്ടായി. അതോടെ കൂട്ടി ഏതാണ്ട് 1,05,00,000 രൂപയോളം ഇതിന് ചിലവാക്കിയിട്ട് തരികയുണ്ടായി. രണ്ടാമത് അദ്ദേഹത്തിന് ബ്രഹ്മവാർ ഭദ്രാസനത്തിൽ ഒരു പള്ളി ഉണ്ടാകണമായിരുന്നു. ഞാനതിനൊരു പിരിവ് നടത്താൻ വേണ്ടി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൈസ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എന്നോട് ചോദിച്ചു എത്ര രൂപയാകും ആ പള്ളിക്ക്. ഞാൻ പറഞ്ഞൊരു 10 ലക്ഷം രൂപയാകും, അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ആ പള്ളി പണി തീർന്നപ്പോൾ 18 ലക്ഷം രൂപയോളമായി. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഹോളി ലാൻഡിൽ എറുസലേമിൽ ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കാലം ചെയ്ത തെയോഫിലോസ് തിരുമേനിയുമായി സംസാരിച്ചു. അപ്പോൾ അഗളി എന്ന സ്ഥലത്ത് മലബാറിൽ ഒരു പള്ളി പണിയണമായിരുന്നു. അവിടെ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 25 ലക്ഷം രൂപയോളമായി ആ പള്ളി പണി കഴിഞ്ഞു. അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോനിച്ച നമ്മുടെ കാരുണ്യ ഗൈഡൻസ് സെൻറ്ററിൽ ആലപ്പുഴയിൽ ഒരു ചാപ്പലുണ്ടാകണം, അപ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജ്ചാനോടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് ഏറ്റിരിക്കുന്നു, ഞാനത് ചെയ്തു കൊടുത്തുകൊള്ളാം. അങ്ങനെ പലവിധമായ എനിക്ക് എണ്ണിയാൽ സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഈ പ്രശംസയ്ക്ക് ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമല്ലാത്തത് കൊണ്ട് എങ്കിൽ തന്നെയും പരിശുദ്ധ ബാവാതിന് വേണ്ടി അധ്യക്ഷതയിലുള്ള ഈ മീറ്റിങ്ങിൽ വെച്ച് പറയാതെ പോകുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അനേക കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ സഭയോടുള്ള തൻ്റെ സ്നേഹം, സഭയോടുള്ള പിതാക്കന്മാരോടുള്ള തൻ്റെ കൂറ്, സഭയുടെ അത്യുത്തമമായ വിശ്വാസം, ആ ഒരു രീതിയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അതിൻ്റെ പുറയിൽ കൂടെ ഉള്ള സ്ത്രീയാണല്ലോ, അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്രകാരം ഒരു ഡോക്ടറായിരിക്കുന്ന തൻ്റെ പത്നി എപ്പോഴും രാജ്ചാൻ്റെ ഈ ഒരു കാര്യത്തിന് അവരുടെ ദശാംശം മാറ്റിവെച്ചിട്ട് അവർ ഈ സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് പുറത്തും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ യാച്ചാരം ബാലഗ്രാമത്തിൽ ഒരു കുട്ടിയെ എടുത്തു വളർത്തി. ഒരു രാജു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ആ പയ്യൻ്റെ പേര്. 1ാം ക്ലാസ് തൊട്ട് പഠിച്ചു. അദ്ദേഹം IAS പഠിക്കണമെന്ന് താല്പര്യത്തോടെ IASൻ്റെ ഫസ്റ്റ് കോഴ്സ് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്താണ് അദ്ദേഹത്തെ പഠിപ്പിച്ച് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായൊരു വ്യക്തിയാണ്. ഈ സമയത്ത് എത്രയെത്ര പറഞ്ഞു കഴിഞ്ഞാലും മതി തീരത്തില്ല. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടെ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ
അനുഗ്രഹങ്ങളും ആശംസകളും ഈ ഹോസ്പിറ്റലിൽ നൽകുന്നു. കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തിയും ഒക്കെയും അദ്ദേഹത്തിനും കുടുംബത്തിനും. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് തിരുമേനി പറഞ്ഞതുപോലെ. ഒരു ആളുടെ ഡോക്ടറാണ്, മകന് ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്. വളരെ ദൈവഭയത്തോടുകൂടി ജീവിക്കുന്ന ആ കുടുംബത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇന്ന് ഈ ഒരു അവസരം തന്ന ഈ ബഹുമാനപ്പെട്ട നമ്മുടെ MC പൗലോസ് അച്ഛനോടും ഈ സ്റ്റാഫ് അംഗങ്ങളോടുമുള്ള പ്രത്യേകമായുള്ള നന്ദിയും എല്ലാം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസ പ്രസംഗത്തിനായി ശ്രീ രാജു വേങ്ങൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ബാബ തിരുമേനി, ഞങ്ങളുടെ ഡയസിലെ തിരുമേനിയായ പരിശുദ്ധ ക്രിസ്തോസോസ് തിരുമേനി, സഭയിലെ മേൽപ്പെട്ട അച്ഛന്മാരെ, special doctors who are doing for the cardiology department, and MC Paulos Achan, the CEO of the hospital, and all other beloved sisters and brothers. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എൻ്റെ പേരൻസിൻ്റെയും എൻ്റെ വൈഫ് ആലീസിൻ്റെ പേരൻസിൻ്റെയും പേരിൽ സഭയ്ക്ക് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് 2 വാർഡ് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം കുറേ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഇതിനെ യോഗ്യരാക്കിയ ദൈവത്തിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് ഇതിലുള്ളത്, അല്ലാതെ ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ പേരോ പെരുമയോ ഒന്നുമല്ല. ഞങ്ങൾ വൺ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ചർച്ച്. വി ഡോണ്ട് ഹാവ് എനിത്തിങ് എക്സെപ്റ്റ് വാട്ട് God give us. That is our salary. From there we normally do what all we can do it. So far we could do that. പിന്നെ എന്നെപ്പറ്റി നല്ല വർത്തമാനം പറഞ്ഞ ബാബ തിരുമേനിയാണെങ്കിലും ഇടവക തിരുമേനിയാണെങ്കിലും തോമസ് ആണെങ്കിലും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സ്പെഷ്യലായിട്ട് പറയാനുള്ള കാർഡിയോളജി ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്ന ഈ സമയത്ത് all the best for doing miracle for the coming years. And all the success for the new age, for that to come many years for the success. Thank you so much. താങ്ക് യു സർ. ആശംസ പ്രസംഗത്തിനായി ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ മാത്യു ഉമ്മൻ അരികപ്പുറ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാബ തിരുമേനി, അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ബഹുമാനപ്പെട്ട പൗലോസ് അച്ഛൻ, ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ്, ആതുര സേവന ശുശ്രൂഷ രംഗത്ത് ഇന്ന് കേരളത്തിൽ ആകമാനം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റൽ. അത് കാലം ചെയ്ത പരിശുദ്ധ ബാബ തിരുമേനിയുടെ, പൗലോസ് ദിദിയൻ ബാബ തിരുമേനിയുടെ ശ്രമത്തിലാണ് ഈ പ്രസ്ഥാനം ഇത്രയും മുമ്പോട്ട് വന്നത്. നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന് ഏറ്റവും നല്ല ഡോക്ടേഴ്സും ഏറ്റവും നല്ല വിദഗ്ധ നൂതനമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും വേണമെന്നുള്ളത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതനുസരിച്ച് പൗലോസ് അച്ഛൻ കേരളത്തിൽ ആകമാനം ഉള്ള കാർഡിയോളജിസ്റ്റുകളെ പഠിച്ചിട്ട് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളെയാണ് ഇവിടത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്തത്. ഏറ്റവും നൂതനമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നു.
കാലം ചെയ്ത ബാവാ തിരുമേനിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും നല്ലതാണെന്ന്. അതിനു വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്ത നല്ല ഈ ടീം ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർ മഹേഷ് നളിൻകുമാർ, ഡോക്ടർ രാജ്ഗോപാൽ, ഡോക്ടർ സാജിൻ അഹമ്മദ്, ഇവരെല്ലാവരും തന്നെ പ്രസിദ്ധി ആർജിച്ച ഡോക്ടേഴ്സാണ്. ഇവരുടെ എല്ലാം പ്രസൻറ്റേഷൻ നമ്മൾ കാണുകയുണ്ടായി. അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് വിവരിക്കേണ്ട ആവശ്യമില്ല. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വളരെ ഉയരത്തിലേക്ക് വളരട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പരിമല ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജൻ അഹമ്മദിനെ ക്ഷണിച്ചുകൊള്ളും. പരിശുദ്ധ ബാവ തിരുമേനി, ക്രിസ്തുസ്റ്റൻ തിരുമേനി ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ക്ഷീണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഓസ്കാർ അവാർഡ് ചടങ്ങ് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. അവസാനം അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് തരും. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എല്ലാവരുടെയും പേര് പറയുക എന്നുള്ളതാണ്. താങ്ക്സ്. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത് ട്രഡീഷണലി അതൊരു ഔപചാരിക കർമ്മമാണ്, ഒരു ഫോമൽ. ബട്ട് ഞാൻ വായിച്ചു നോക്കുമായിരുന്നു എങ്ങനെയാണ് ഈ താങ്ക്സ് എന്ന വാക്ക് തുടങ്ങിയതെന്നുള്ളത്. അപ്പോൾ ലാറ്റിനിൽ തൊഞ്ചീർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ താങ്ക്സ് ഉടലെടുത്തത്. താങ്ക്സിൻ്റെ അതിൽ തൊഞ്ചീറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു തിങ്ക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷം നൽകിയ ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, സ്മരിക്കുക, അത് പ്രകടിപ്പിക്കുക, അതാണ് താങ്ക്സ് ഗിവിങ്. അപ്പോൾ എവറി ട്രീ നീഡ്സ് ഫെർട്ടൈൽ ലാൻഡ് ടു ബ്ലൂം. അപ്പോൾ നമ്മുടെ പരുമല ആശുപത്രി എന്ന് പറയുന്ന ഈ വൃക്ഷത്തിന് ഏറ്റവും പരിശുദ്ധമായ പരുമലയുടെ മണ്ണാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പരുമലയുടെ നേതൃത്വം വഹിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. We hope you will continue to bless us with your vision, strong support and guidance. പരിശുദ്ധ ക്രിസോസ്റ്റം തിരുമേനി എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ, എപ്പോഴും മാസ്ക് ഇട്ടാലും എപ്പോഴും ആ പുഞ്ചിരി ആ മാസ്കിലൂടെ കാണാൻ ലഭിക്കുന്നു. സോ താങ്ക് യു തിരുമേനി ഫോർ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് യുവർ സപ്പോർട്ട്. And Timotheus Tirumeni, thank you very much for your support and we hope for your blessings. Dr. Divya Sayer, our Honorable Collector, she is a doctor, a writer and an artist and a very versatile figure. And we hope with Paulo Sachinavante discussed from our department, we hope to interact with the health department. നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിലും 90% ഓഫ് ദ ടൈം ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായാൽ ആദ്യം പോകുന്നത് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തല്ല, പെരിഫറിയിൽ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും, ഫിസിഷ്യൻസ് ആയിരിക്കാം. പലപ്പോഴും ഗ്യാസ് എന്ന് വിചാരിച്ചിട്ട് പലരും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ at the onset, diagnosis delay varadirikkan, ECG training to doctors who are working in all the peripheral hospitals. So we'll be hoping to collaborate with the health department on this. Reverend Father M.O. John, Reverend Father Dr. Raji Matthew, Reverend Father Vinod George, thank you so much for your presence and for your blessings. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് നൽകുന്ന അഡ്വക്കേറ്റ് ശ്രീ ബിജു ഉമ്മൻ സാർ, ശ്രീ രാജു വേങ്ങൽ വർഗീസ് സാർ, ഡോക്ടർ റേച്ചൽ വർഗീസ്, ഞങ്ങൾ നെയ്ബേഴ്സ് ആണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ശ്രീ ബിജുമോൻ പാപ്പച്ചൻ സാർ, ശ്രീ ഐ തോമസ് സാർ ആൻഡ് ശ്രീ മാത്യു ഉമ്മൻ അരികുപുറം സാർ, താങ്ക് യു വെരി മച്ച്. വി ഹോപ്പ് ടു വർക്ക് ആസ് എ ടീം വിത്ത് യു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ CSR വർക്കിന് വേണ്ടിയിട്ട് വന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഫോർമാലിറ്റി ആയതുകൊണ്ട് കാർഡിയാക് സർജറി ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ എൻ്റെ മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പുള്ളിക്ക് ഒരുപാട് ഈ സൂപ്പർ ഹീറോ മൂവീസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മഹേഷ് സാർ ഇസ് വെരി ഡൈനാമിക് ആൻഡ് വെരി ഹാൻസം, ലൈക്ക് ടോണി സ്റ്റാർക്ക്, ദി അയൺ മാൻ, ദി അവഞ്ചേഴ്സ് സീരീസ്. Dr. Arun, my very dear friend, is a very sincere cardiologist and is probably like Captain America who has got strong principles. And Star Wars series Yoda, Master Yoda is there with lot of wisdom and timely advice. I thank the pediatric cardiologist Dr. Zulfikar Ahmed, with whom I share a bit of genetic material and DNA. And Dr. Ajit Tachil, our electrophysiologist, who is not here, is a brilliant person with whom we hope to do wonders in the arrhythmia field. In cardiac surgery, ഏത് സൂപ്പർ ഹീറോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഹൾക്കിനെയാണ് ഓർമ്മ വന്നത്. Hulk is very powerful and very strong and very dynamic, and thank you sir for your strong support.
one special thing is പല ഹോസ്പിറ്റലും കാർഡിയോളജി കാർഡിയാക് സർജറി പലപ്പോഴും ജെല്ല് ചെയ്യത്തില്ല. ബട്ട് ഹിയർ വി ആർ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഗിവിംഗ് അസ് എ ഗുഡ് ടീം വിത്ത് വിച്ച് വി ക്യാൻ വർക്ക് ടുഗദർ. Cardiac anesthetist Dr. Ajit Sunny is very quiet, soft spoken, പലപ്പോഴും ശബ്ദം പുറത്ത് കേൾക്കത്തില്ല. So he is like Batman, very rock solid person. Our registrar, Dr. Bright, my dear brother, Dr. Bright, he is like the overall coordinator, and without him the work will never be smooth. Thank you Bright. We have got many Spider-Man എന്ന് പറയുന്നത് തെറ്റാണ്, because Women's Day കഴിഞ്ഞേ ഉള്ളൂ. So we have got Spider-Men and Spider-Women. So Dr. Reshmi, Dr. Nirmal, Dr. Sachin, Dr. Christy for all the hard work, and I think Leon and Matthew are also here with us. Thank you so much. Without you there is no cardiology. Thank you. Very very important. Doctors-നെ പറ്റിയൊക്കെ ഒത്തിരി പറഞ്ഞു, പക്ഷേ we all gel as a team, and our cath technicians Christy, Ronnie and Joseph, they come at any time of the day or night. They are there with us. Our cath nurses, Soumya sister and team, very much experienced, with whom we can trust our patients. And ഞങ്ങൾ എന്തെല്ലാം പ്രൊസീജിയർ ചെയ്താലും അത് കഴിഞ്ഞ് what care is being given in the ICU, that is very very important. Elizabeth sister and a team for the excellent care. CVTS OT sister Anju, in ICU sister Lolita, room and ward nurses, Sansi sister and Betsy sister and team. In the echo we have got excellent quality echo. I think the best echoes in this part. Densi, Danya, Binisha, Sharanya, thank you so much. And our OP sisters, OP എന്ന് പറഞ്ഞ ഒരു യുദ്ധക്കളമാണ്, ഒരു കുരുക്ഷേത്ര യുദ്ധത്തിനേക്കാളും ഭീകരമാണ് ചില ദിവസം നമ്മുടെ OP ആൾക്കാരുടെ ഇടിയും ബഹളവും. അപ്പോൾ ബീന സിസ്റ്റർ, ഷൈനി സിസ്റ്റർ, ആൻസി സിസ്റ്റർ ആൻഡ് ടീം, താങ്ക് യു സോ മച്ച്. Our reception staff, Shiji, counselors, Anupama, Marina, dietitian, Anna, Divya, Jasmi, sorry Paulus പറയണം. And I think Malangayum, Medangayum എപ്പോഴും വേണം. I think Sai and Vishnu, the right and left hands of our department. ഈ കുപ്പിയിലെ ഭൂതത്തിനേക്കാളും മോശമായ അവസ്ഥയാണ് അവരുടെ. കാരണം എന്ത് നമ്മൾ പ്രശ്നം ഉണ്ടെങ്കിലും സായി വിഷ്ണു ഇങ്ങനെ മാറി മാറി വിളിക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് അപ്പോൾ കൈ മാത്രമേ പറയാറുള്ളൂ, കാല് ഉണ്ടെങ്കിലേ ഓടാൻ പറ്റുള്ളൂ. സോ ഈ ആശുപത്രിക്ക് ഒരുപാട് കാലുകളുണ്ട്. പൗലോസ് അച്ഛൻ്റെ ഫുൾ ടൈം കൂടെയുള്ള ജോർജ്, ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ മുന്നിട്ട് നിന്ന ജോർജ്, ബോബി, ജെയ്സൺ, സുരേഷ് ജി, ആശ ചേച്ചി, തരുൺ, സുനീഷ്, അമൽ, ലിജു, അഖിൽ ആൻഡ് തോമസ് സർ, thank you so much for this wonderful gesture towards our department. And very important, the other departments. നേരത്തെ നമ്മുടെ കളക്ടർ മാഡം പറഞ്ഞ പോലെ the heart cannot function alone. It has to work together with all the other organs. And thanks to all the dear doctors and friends and the staff in this hospital, led by the ever serene Sharon madam, and the very able Dr. Ebin, and the super stylish Dr. Srikumar sir, and especially the emergency department and the critical care department, with which we are very strongly associated. And Jiju Achan for all the silent support, and all of you friends who have come here to support from India and also from abroad. നമ്മുടെ മഹേഷ് സാർ പറഞ്ഞു, CEO അച്ഛൻ സാറ് പറഞ്ഞു, എനിക്കൊന്ന് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞല്ലേ, ഗോഡ് ഫാദർ. അപ്പോൾ ഗോഡ് ഫാദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അഞ്ഞൂറാൻ ആണ്. അപ്പോൾ അഞ്ഞൂറാൻ പറയാതെ ഒരു സാധനം ഒരിടത്തും അനങ്ങത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പൗലോസ് അച്ഛൻ നമ്മുടെ ആശുപത്രിയിൽ. താങ്ക് യു സോ മച്ച് പൗലോസ് അച്ഛൻ ഫോർ പൗലോസ് അച്ഛനെ നമ്മുടെ ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്ന് വിളിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഐ തോട്ട് അഞ്ഞൂറാൻ ഇസ് ബെറ്റർ. താങ്ക് യു അച്ഛൻ. ആൻഡ് പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മുടെ കാലം ചെയ്ത പരിശുദ്ധ ബാവ തിരുമേനിയുടെ പേരിലാണ് നമ്മുടെ കാർഡിയോളജി ബ്ലോക്ക് ഡെഡിക്കേറ്റ് ചെയ്തത്. തിരുമേനിയുടെ നന്മ നമുക്ക് ടീം വർക്കായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനെല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. And finally, most importantly, I think the people of Parumala, the people of this place and the people who are living around, thank you so much for giving us a place in your heart, because I firmly believe that whatever work we do, it's not for us, it's not for the hospital, it's not for anything else. Ultimately, what we try to do is for that individual patient and the patient's family. If that is our motto, I think we will have the blessings of God Almighty. And finally, happy healing ആണ് നമ്മുടെ തീം. നേരത്തെ അച്ഛൻ പറഞ്ഞായിരുന്നു, ഏറ്റവും വലിയ ഹൃദ്രോഗം സന്തോഷമില്ലായ്മ ആണ്, സ്നേഹമില്ലായ്മ. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു മറ്റൊരു രോഗമാണ് ചിരിയില്ലായ്മ എന്നുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ഐ തിങ്ക് ഓൾ ഓഫ് us need to open up a bit and be more friendly towards each other. With a good heart, with a good smile, and with truthfulness, we can go forward. Thank you so much. God bless us all.
താങ്ക് യു സർ. ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. പിതാവാന്തി